കോലാഹലങ്ങളുടെ മധ്യത്തിൽ ദൈവത്തിന് താല്പര്യമുള്ള നിറവുള്ള കാര്യങ്ങളിൽ ശ്രദ്ധ വയ്ക്കാൻ എന്ന് മലങ്കര സഭ ഊന്നൽ കൊടുക്കുന്നു. അവിടെ മാർത്തോമാശ്ലീഹായുടെ പൈതൃകത്തിൻ്റെ പുതിയ നാമ്പുകൾ വിടരും. അതിൽ പുഷ്പങ്ങൾ ജനിക്കും, അതിൽ ഫലങ്ങൾ പുറപ്പെടുവിക്കും. ഉയരം ആനന്ദിക്കും, പ്രകൃതി ആവേശത്തോടെ കൈകൂപ്പും. ഇവിടെ ഏതായാലും കിലോമീറ്റർ അകലെ ക്യാൻസർ പേഷ്യൻസിന് വേണ്ടിയുള്ളൊരു സെൻ്ററുണ്ട്. ഇവിടെ ടാറ്റ ഹോസ്പിറ്റലിൽ ചികിത്സയ്ക്ക് വരുന്നവരാ ബീഹാർ, ഒറീസ, ജാർഖണ്ഡ് അങ്ങനെയുള്ള വളരെ വിദൂര സ്ഥലത്ത് നിന്ന് അവർക്ക് ഇവിടെ വരെ വരുന്നതിന് 10 പൈസ ചിലവഴിക്കേണ്ട ഒരു സപ്പോർട്ട് ആളിനെ കിട്ടും. തീവണ്ടിയിലും ട്രാൻസ്പോർട്ട് ബസ്സിലും അവർക്ക് ഫ്രീ ആണ്. പക്ഷെ ഇവിടെ വന്നാൽ കുത്തിവെക്കാനായിട്ട് അവിടെ കിടക്കുമ്പോൾ കിടപ്പാടുമില്ല, മലമൂത്ര വിസർജനം നടത്താൻ സ്ഥലമില്ല. ഇത് കണ്ടിട്ട് കുറേ NGOs നമ്മൾ കൂടെ കൂടി കുറേ പേർക്കൊരു ചെറിയ സൗകര്യം, നല്ല ക്ലീനായിട്ടൊരു സ്ഥലത്ത് താമസിക്കാനുള്ള സൗകര്യം, തിരക്കില്ലാത്ത നല്ല ഭക്ഷണം, നല്ല പരിചരണം, അവരെ ആശുപത്രി കൊണ്ട് എത്തിക്കാനുള്ള ട്രാൻസ്പോർട്ട് ഫെസിലിറ്റി. അപ്പോൾ അവിടെ പലർക്കും ഒന്നും ഭാഷ അറിയാൻ പാടില്ല, കിഴക്കേതാണ് തെക്കേതാണെന്ന് അറിയാൻ പാടില്ല. ഞങ്ങൾ ചെല്ലുമ്പം കൂപ്പ് കേൾക്കലോടുകൂടി ഇങ്ങനെ മുഖത്തോട് നോക്കും. അതിൻ്റെ ഒരു സുഖം, അതിലുള്ള ആത്മാർത്ഥത. ഞങ്ങളൊക്കെ ഈ സ്വാഗതവും കൃതജ്ഞതയൊക്കെ പറയുന്നതിനകത്ത് ഒന്നുമില്ല. മനുഷ്യൻ്റെ നൊമ്പരങ്ങളുമായിട്ട് ബന്ധപ്പെടാൻ, അതിനെ ഭാഗികമായിട്ടെങ്കിലും പരിഹരിക്കാൻ, ഈ നാട്ടിൽ നിന്ന് നഷ്ടമാകുന്ന പല വിഭവങ്ങളും തിരിച്ചു കൊണ്ടുവരുവാൻ സാധിക്കുന്നെങ്കിൽ അത് വിശേഷമായിരിക്കാൻ ഒരു 15 പ്രോജക്റ്റ് ഇവിടെ പ്ലാൻ ചെയ്തേക്കാം.